ഞാനെൻ്റെ നിലപാട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ചർച്ചാ വിഷയവും പാലായും തൊടുപുഴയൊക്കെ ആണല്ലോ. അവിടെ ഇല കരിഞ്ഞു പോയി, ഇതൊക്കെയാണല്ലോ സംസാരം. അത് ഈ പ്രാവശ്യവും രണ്ടില ചിഹ്നത്തിൽ ജയിച്ചത് 10 സീറ്റുകൾ രണ്ടില ചിഹ്നത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ സിംഗിൾ മജോറിറ്റിയുള്ള പാർട്ടി കേരള കോൺഗ്രസ് എം തന്നെയാണ്. അതൊന്ന്. രണ്ട്, പാലാ നിയമസഭാ മണ്ഡലത്തിൽ 2198 വോട്ട് ലീഡ് LDFനാണ്. ഈ വീമ്പൊക്കെ അടിക്കുന്ന തൊടുപുഴയിൽ അവിടെ മുനിസിപ്പാലിറ്റിയിൽ അവരേതാണ്ട് 38 വാർഡുകളുണ്ട്. വിജയിച്ചത് ജോസഫ് ഗ്രൂപ്പ് വിജയിച്ചത് 2 മാത്രമാണ്. അവിടെ ഇനി വെള്ളം കോരാൻ ആരും വരണ്ട. പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 3 വിജയിച്ചു, ഈ പ്രാവശ്യം 3 വിജയിച്ചു. ഒരെണ്ണം നേരത്തെ മലയോര പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തം 5 വിജയിച്ചിരുന്ന ജില്ലയിൽ ഇപ്പം 4 വിജയിച്ചു. ഇതാണ് അതിൻ്റെ വസ്തുത. പിന്നെ വാരിക്കോഴി ഇതിങ്ങനെയൊക്കെ നമ്മൾ അവകാശിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരുന്നിൻ്റെ പുറത്തിരിക്കുന്ന കുരുവിയെപ്പോലെയാണ്, പറഞ്ഞ മനസ്സിലായി. ആ അവസ്ഥയാണ് അവർക്കുള്ളത്. പിന്നെ കോൺഗ്രസ് എന്തെങ്കിലും കൊടുത്താൽ അത് മേടിച്ചെടുക്കും, അതൊക്കെ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയാഘോഷത്തിനിടെ UDFന്, വിശേഷിച്ച് കോൺഗ്രസിന് ക്ഷീണമായി ജോസ് കെ മാണിയുടെ മറുപടി. LDFിലെ ഘടകകക്ഷിയായ മാണി ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റി മുന്നണി മാറ്റത്തിൻ്റെ കഥ മെനയേണ്ടെന്നാണ് ജോസ് കെ മാണി പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇപ്പോഴത്തെ വിജയത്തിൽ നിന്ന് മുന്നോട്ടു പോകാൻ കയ്യിലിരിക്കുന്ന കക്ഷികൾ മാത്രം പോരാ എന്ന ചിന്ത കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. UDF കൺവീനറും LDFിലെ കക്ഷികളെയും കാത്തിരിപ്പാണ്. പരുന്തിൻ്റെ മുകളിലിരിക്കുന്ന കുരുവിയെന്നാണ് ജോസ് കെ മാണി ജോസഫ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞത്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ ജോസിൻ്റെ പാർട്ടിയും LDFും ലീഡ് പിടിച്ചപ്പോൾ തൊടുപുഴയിൽ ജോസഫിൻ്റെ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്നുകൂടി പറഞ്ഞു വെച്ചു. സെമി ഫൈനലിലെ ജയത്തിനും തിരിച്ചടിക്കും ഇടയിൽ മുന്നണികളുടെ ജില്ലകൾ തിരിച്ചുള്ള വോട്ടുബലം കൂടി കണക്കിലെടുക്കണം. BJPയുടെ വോട്ടു നേട്ടം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് എങ്ങനെ എന്ന് പരിശോധിച്ചാൽ പ്രചാരണത്തിനപ്പുറം ചില യാഥാർത്ഥ്യം വെളിപ്പെടും. കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു നടന്ന ഡീൽ എന്ന കനഗോലു തിയറി ഇനി പറഞ്ഞു നടക്കാനാവാത്തതും കാണാനാവും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, അഡ്വക്കേറ്റ് PM നിയാസ് കോൺഗ്രസ്, A സജീവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഞാൻ ആദ്യം ശ്രീ PM നിയാസിലേക്ക്. ശ്രീ നിയാസ്, ഇന്ന് ജോസ് കെ മാണി പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി സണ്ണി ജോസഫ് KPC പ്രസിഡന്റ് അടക്കം പറയുന്ന നിലയുണ്ടായിരുന്നു. UDF കൺവീനർ ഒക്കെ ഇങ്ങനെ ക്ഷണിക്കുന്നു, അതിനുവേണ്ടി വാതിലുകൾ തുറന്നിടുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. ആ പരിപാടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗൗരവത്തിൽ ഇന്ന് ജോസ് കെ മാണി മറുപടി പറയുകയുണ്ടായല്ലോ. നോക്കൂ, ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും അലയടിച്ചിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഏറ്റവും പ്രകടമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ എല്ലാ CPMനും CPMൻ്റെ എല്ലാ ഘടകകക്ഷികൾക്കും ഇത് നമ്മുടെ സൗണ്ട് ഇത് വരുന്നുണ്ട്, എക്കോ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതിൽ നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ CPMനും അതുപോലെയുള്ള മറ്റെല്ലാ ഘടകകക്ഷികൾക്കും വലിയ പരിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആ പരിക്കിൽ CPI വീണിട്ടുണ്ട്, ആ പരിക്കിൽ CPM വീണിട്ടുണ്ട്, ആ പരിക്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവും വീണിട്ടുണ്ട്. സ്വാഭാവികമായും മാണിക്ക് കാലങ്ങളായി കിട്ടിയിരുന്ന സീറ്റുകളൊക്കെ ഇത്തവണ UDFനൊപ്പം പോന്നിരിക്കുന്നു. കോട്ടയത്തൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള മുന്നോട്ടും ഉള്ള യാത്രയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് അവിടെ നിന്നിട്ട് നിൽക്കക്കള്ളിയില്ല എന്ന് തോന്നിയിട്ട് ഒരു ജൽപ്പനങ്ങൾ മാത്രമായിട്ടാണ് ഞങ്ങൾ കാണാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ വികസനം എന്നുള്ളത് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഒന്നും ശ്രീ നിയാസ്, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷികളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന കാര്യമാണ്. ഇന്നടക്കം മാധ്യമങ്ങളോട് അത് പറഞ്ഞു. അദ്ദേഹം അത് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ആളുകൾ മനസ്സിലാക്കുന്ന, രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് കിട്ടുന്നൊരു ധാരണ എന്താണ്?
അതായത് നിങ്ങളുടെ മുന്നണി വിപുലീകരിക്കണം. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വിസ്മയകരമായ ചില കാര്യങ്ങൾ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് സംഭവിക്കും. അന്നൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ വീണ്ടും അതിനൊരു സാധ്യത തേടലല്ലേ? അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. UDF എന്ന് പറയുന്ന നിലവിലെ സംവിധാനം കോൺഗ്രസിനും ലീഗിനും അപ്പുറം ഇനിയും വിപുലീകരിക്കേണ്ടതുണ്ട്. അതിന് LDF-ലെ കക്ഷികൾ വേണമെന്ന വല്ലാത്ത ആഗ്രഹം. അത് വേണ്ട, അത് മനസ്സിൽ വെച്ചാൽ മതി, അങ്ങോട്ടേക്കില്ല. അപ്പോൾ അത് തുറന്നു പറയല്ലേ ജോസ് കെ മാണി ചെയ്തത്? ഞാനൊരു കാര്യം ശരത്തോട് ചോദിക്കുമ്പോൾ ശരത്ത് ദേഷ്യം പിടിക്കരുത്. ഒരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും LDF അനുകൂലമായ വിധിയുണ്ടായപ്പോൾ അതിൻ്റെ LDF-ൻ്റെ 2 കൺവീനർ, അന്നത്തെ 2 കൺവീനർ, ഒന്ന് വിജയരാഘവനും EP ജയരാജനും നിരന്തരമായി ഈ നടത്തിയൊരു ജൽപ്പനമുണ്ട്. ആ ജൽപ്പനം എന്തായിരുന്നു? മുസ്ലിം ലീഗിനെ ഞങ്ങളിതാ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, മുസ്ലിം ലീഗിന് സ്വാഗതം, മുസ്ലിം ലീഗ് ഇടത് മുന്നണിയിലേക്ക് വരണം. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? അപ്പോൾ അവർ ജയിച്ചു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോഴും EP ജയരാജൻ LDF കൺവീനറായപ്പോഴും വിജയരാഘവൻ LDF കൺവീനറായപ്പോഴും കൃത്യമായി ആ തെരഞ്ഞെടുപ്പിൽ വിജയം LDF-ന് അനുകൂലമായപ്പോൾ പോലും അവർ ആവശ്യപ്പെട്ടത് ഈ നമ്മുടെ മുസ്ലിം ലീഗിനെ ഞങ്ങളുടെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളായിരുന്നു. അതിന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന തങ്ങളടക്കമുള്ള ആളുകൾ ദേഷ്യമല്ല വരുന്നത്, ചിരിയാണ് വരുന്നത്. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത് ഇത് എപ്പോഴാണ്, ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. ശ്രീ സജീവനും ചിരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ ക്ലിപ്പ് കാണിക്കണോ? അങ്ങേക്ക് ക്ലിപ്പ് കാണിക്കണോ? അങ്ങയുടെ AP ജയരാജൻ അങ്ങയുടെ പാർട്ടിയുടെ LDF-ന്റെ കൺവീനറായിരുന്നു. വിജയരാഘവൻ LDF-ന്റെ കൺവീനറായിരുന്നില്ലേ? ഞാനത് പറഞ്ഞു. അവർ 2 പേരും നിരവധി തവണ UDF-ൽ ഉള്ള കക്ഷിയായ മുസ്ലിം ലീഗിനെ പരസ്യമായി ക്ഷണിച്ചത് അതിന് മറുപടിയായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ തങ്ങളടക്കമുള്ള കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ നിരന്തരം പറഞ്ഞതും നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. എൻ്റെ സുഹൃത്ത് പാനലിസ്റ്റായിട്ടുള്ള സജീവൻ അത് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ നിരന്തരം അതൊക്കെ സ്വാഭാവികമാണ്. ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഘടകകക്ഷികൾ മറ്റേ മുന്നണിയിൽ അസംതൃപ്തരായി നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അങ്ങനെ ആവുന്നു എന്ന് ആളുകളെ ക്ഷണിക്കുക സ്വാഭാവികമാണ്. അതിലെന്ത് തെറ്റാണുള്ളത്? നമ്മൾ കടയിലേക്ക് നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ കടയിൽ സെയിൽസ്മാൻ വന്ന് എല്ലാവരെയും ആളുകളെ കൺവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? ഇതാ നല്ല സാധനങ്ങളാണ്, ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടു. സ്വാഭാവികമാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഘടകകക്ഷിയെ നിങ്ങളെ കൂടെ നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് കാലങ്ങളായി നിങ്ങളെ കൂടെ അല്ലല്ലോ. കേരള കോൺഗ്രസിലെ KM മാണിക്കെതിരായി താങ്കളുടെ പാർട്ടി CPM-ൻ്റെ LDF-ലെ പ്രമുഖ കക്ഷികൾ ഒക്കെ നടത്തിയ സമരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അദ്ദേഹത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഫിസിക്കലിയായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വനിതാ MLA-മാർ അക്രമം നടത്താൻ പോയതൊക്കെ ഞങ്ങളുടെ ഉറവിലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഘടകകക്ഷിയായി നിന്നിരുന്ന ഒരു ഘടകകക്ഷിയെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂടെ നിർത്തിയപ്പോൾ അവർക്ക് അവിടെ സ്പേസ് ഇല്ല എന്നും അവിടെ നിന്നാൽ ഗതി കിട്ടില്ല എന്നും അവർക്ക് തോന്നുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വരാൻ എന്നെ ഒന്ന് നിർബന്ധിക്കൂ എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ അവർ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഇപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ക്ഷണിക്കും. അതിലെന്താ തെറ്റുള്ളത്? അപ്പോൾ അത് തെറ്റ് നിങ്ങൾക്ക് പറയാം. എങ്ങനെ? നിങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന എല്ലാവരെയും ക്ഷണിച്ചവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ കളഞ്ഞു പോയ ആളുകളെ പോലും മാണിക്കക്കല്ല് പോലെ എടുത്തു കൊണ്ടുപോയവരല്ലേ നിങ്ങൾ? ഞങ്ങളുടെ പാർട്ടിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ആളുകളെ പോലും എടുത്തവരല്ലേ? അവരെ പോലും എടുത്ത് തലയിൽ നെറ്റിപ്പട്ടം കെട്ടിച്ച് അങ്ങാടി കൂടെ നടന്നവരല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം, മറ്റുള്ളവർക്ക് ആർക്കും ഇതൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഞങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മുന്നണിയിൽ ആരില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് ഇപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് 80 സീറ്റിലെ ഭൂരിപക്ഷമാണ്. അത് ഞങ്ങൾ പറയുന്നത് 100 സീറ്റിലേക്ക് എത്തുമെന്നാണ്. 100 സീറ്റ് എന്ന് മുന്നോട്ട് പോവുകയാണ്. ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് പോകട്ടെ. തീർച്ചയായും താങ്കൾ അതിൽ ഈ മുന്നണിക്കകത്തേക്ക് പുതിയ ഘടകകക്ഷികളെ നിങ്ങൾ ക്ഷണിക്കുന്നു. അതിൽ ജോസ് കെ മാണി കേരള കോൺഗ്രസ് നല്ല മറുപടി അതിന് നൽകുകയും ചെയ്തു. ആ സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് UDF-ന് ഇപ്പോൾ എന്ത് മനസ്സിലായി? ഇനി ക്ഷണിക്കേണ്ടതില്ല, കേരള കോൺഗ്രസ് വരില്ല എന്ന ബോധ്യം കോൺഗ്രസ് പാർട്ടിക്ക് വന്നോ, UDF കൺവീനർക്ക് വന്നോ എന്നൊരു ചോദ്യം അവിടെ ഇപ്പോഴും ബാക്കിയാണ്. വരികയും ചെയ്യും. ശരി, ശ്രീ അനിൽകുമാർ,
അദ്ദേഹം പറയുന്നത് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വരികയും ചെയ്യും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടത്. വലിയ പരിക്ക് ഘടകകക്ഷികൾക്ക് സംഭവിച്ചതുകൊണ്ട് വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ ഘടകകക്ഷികൾ വരും എന്ന രീതിയിലാണ്. ഒരു കീഴ്വഴക്കമാണ്, മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കീഴ്വഴക്കത്തിൽ നിന്നും മുൻപ് സംഭവിച്ചതുകൊണ്ട് ഞങ്ങളത് പയറ്റുന്നു എന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. ഇത് മുന്നണിയിലെ LDF ഘടകകക്ഷികളുടെ ഇന്നത്തെ അതടക്കം വന്നിട്ടുള്ള പ്രതികരണങ്ങളും കൂടി മനസ്സിലാക്കുമ്പോൾ LDF എന്താണ് അതേക്കുറിച്ച് പറയുന്നത്? UDFൻ്റെ ശ്രമം, ഇപ്പോൾ UDFൻ്റെ യോഗം ചേരാൻ പോകുന്നു. ഇന്നും കൺവീനർ പറഞ്ഞത് മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് അത് ആ യോഗത്തിലടക്കം മുതിർന്ന UDF നേതാക്കളുമായി ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആ സാഹചര്യത്തെക്കുറിച്ച് LDFൻ്റെ വിലയിരുത്തൽ എന്താണ്? UDFകാർ പറയുന്നത് അവർ ഭയങ്കരമായിട്ട് വിജയം നേടിക്കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞു, മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞു, ഉപമുഖ്യമന്ത്രിയെ ലീഗ് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കോലാഹലമായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം. ഫലപ്രഖ്യാപനം വന്നപ്പോൾ അങ്ങ് കൊടപ്പനക്കുന്ന് മുതൽ ഇങ്ങോട്ട് KPCC ആഫീസ് വരെയുള്ള സന്തോഷം. പക്ഷെ വോട്ട് കണക്ക് വന്നപ്പം തലകുത്തി വീണു. വോട്ട് കണക്ക് വന്നപ്പോൾ UDFകാർ തലകുത്തി വീണു. ഇടതുപക്ഷം തകരുകയല്ല ചെയ്യുന്നത് എന്നതാണ് വോട്ട് കണക്ക് തെളിയിക്കുന്നത്. എന്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട്, LDFന് കിട്ടിയ വോട്ട് 66,60,60,060 വോട്ട്, എണ്ണം പറഞ്ഞ വോട്ടാണ്. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി വലിയ ഒരു വർഗീയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അറിയാമല്ലോ ചർച്ച ചെയ്യുന്നത്. ഹിന്ദു സ്ത്രീകളുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കണക്ക് പറയൂ. താങ്കൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പറയൂ. ഇത് താങ്കൾ പാർലമെന്റിൽ പറയുമ്പോൾ താങ്കൾ അസംബ്ലിയിലെ കണക്ക് പറയും, അസംബ്ലിയിൽ പറയുമ്പോൾ താങ്കൾ പഞ്ചായത്തിലെ കണക്ക് പറയും. അതല്ലല്ലോ ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. വേറെ തന്നെ വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയും ഇപ്പോഴത്തെ വോട്ടർ പട്ടികയും തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം പറഞ്ഞതൊരു വസ്തുതയാണ്. അതായത് നിങ്ങൾ 2024 കിട്ടിയ 64 ലക്ഷത്തിൻ്റെ കഥ പറഞ്ഞിരിക്കാതെ നിങ്ങൾക്ക് 2025 വന്നപ്പോൾ ഈ 64 ലക്ഷത്തിൽ നിന്ന് നഷ്ടം വന്നിട്ടില്ലേ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നിങ്ങൾ അതുകൊണ്ട് 2024 നിൽക്കാതെ. ഷേൽകുമാർ, അപ്പോൾ ഞാൻ പറയട്ടെ, പറയാം. ഞാൻ പറയുന്ന പോയിന്റ് എന്താ പറയുന്നത്, ഇന്ത്യ രാജ്യം മുഴുവൻ ഒരു വർഗീയ അന്തരീക്ഷം ഉണ്ടാക്കി. ആ വർഗീയ അന്തരീക്ഷം ഇന്ത്യ രാജ്യം മുഴുവൻ ഉണ്ടാക്കിയ ഘട്ടത്തിൽ ആ വർഗീയ അന്തരീക്ഷത്തിൻ്റെ ബലത്തിലാണ് കേരളത്തിലും ആ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിലെന്ത് സംഭവിച്ചു? നല്ല വർഗീയ ധ്രുവീകരണം വന്നപ്പോൾ ഇടതുപക്ഷം ദുർബലപ്പെട്ടു. 66,60,060 വോട്ടായിട്ട് ഞങ്ങളുടെ വോട്ട് ദുർബലപ്പെട്ടു. എന്നാൽ BJPക്ക് നന്നായിട്ട് വോട്ട് കിട്ടി. അതുപോലെ UDFനും നല്ല നിലയ്ക്ക് കുതിച്ച് വോട്ട് കിട്ടി. കാരണം മതന്യൂനപക്ഷങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം, കോൺഗ്രസിൻ്റെ നേതൃത്വം അതിലാണ് ആശ്രയിക്കാൻ കഴിയുന്നത് എന്നൊരു പരിസരം രൂപപ്പെട്ടിരുന്നു. ആ പ്രവണത ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ആ പ്രവണത ഒരു കൊല്ലക്കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇതാണ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ആ കണക്ക് പറയും. ഇപ്പം ഞങ്ങൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ പാഠങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ വിലയിരുത്തിയ ഒരു കാര്യം, ഒരു പരാജയ പാഠങ്ങൾ പഠിച്ചപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വിപ്രതിപത്തി ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ടായി. അത് ഞങ്ങളുടെ കുഴപ്പമല്ല കേട്ടോ, കേന്ദ്ര സർക്കാർ ചവിട്ടിയത് കൊണ്ടാണ്. പക്ഷെ കേന്ദ്ര സർക്കാരിനെ കോൺഗ്രസ്സുകാർ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഗ്രഹപാഠം ചെയ്തു. റൂൾ 300 വെച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഇനി പെൻഷൻ മുടങ്ങില്ല, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കേരള സർക്കാർ ഗ്രഹപാഠം ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തി. അതുകൊണ്ട് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 80 ലക്ഷത്തിലേറെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ മുന്നേറ്റം. അതിനർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം നിൽക്കുന്നിടത്തല്ല ഇന്ന് 80 ലക്ഷത്തിലേറെ വോട്ട് നേടാൻ കഴിയുന്ന മുന്നണിയായി LDF വളർന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മലപ്പുറം ജില്ലയിൽ നല്ല മുന്നേറ്റം UDFനുണ്ടായി. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് LDFന് കിട്ടിയത് മലപ്പുറത്താണ്. 10,80,000 വോട്ട് മലപ്പുറം ജില്ല LDFന് കിട്ടി. 10,80,788. മട്ടന്നൂർ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ആന്തൂർ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നില്ല, കുറേ സീറ്റുകളിൽ വോട്ടെടുപ്പ് ഉണ്ടായില്ല. ആ കണക്കൂടെ വന്നാൽ ഒരു 81 ലക്ഷം വോട്ട് ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്, LDFനുണ്ട്. ഇപ്പോൾ UDFനോ മലപ്പുറത്തെയും
എറണാകുളത്തെയും മേൽക്കൈ ഒന്ന് മാറ്റിവെച്ചാൽ എന്താണ് യു ഡി എഫിൻ്റെ അവസ്ഥ? അപ്പോൾ ഒന്നോ രണ്ടോ ജില്ലകൾ കേന്ദ്രീകരിച്ച് നിങ്ങളുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭീതിയുണ്ട്. ആ ഭീതി എന്താണ്? ബി ജെ പിക്കെതിരായ ഒരു ഭീതിയാണ്. അത് സത്യമായിട്ടും ബി ജെ പിക്കെതിരായി ജനങ്ങൾക്കൊരു ഭീതിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന വെളിച്ചം എന്താണ്? അങ്ങനെ ബി ജെ പിയെ കേരളം ഭയപ്പെടണ്ട. അതിന് കാരണം എന്താണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 11 സീറ്റ് ലീഡായിരുന്നു. നിയമസഭ അതുപോലെ തന്നെ 8 സീറ്റിൽ ബി ജെ പി 2ാം സ്ഥാനത്തായിരുന്നു. ഇത് അവർ നിയമസഭയിൽ കയറാൻ പോണു. അത് പേടിക്കണ്ട. ആകെ നേമത്തും ആ വട്ടിയൂർക്കാവിലും മാത്രമേ ബി ജെ പിക്ക് ഇപ്പോൾ ഭൂരിപക്ഷമുള്ളൂ. വേറെ കേരളത്തിലെ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിലും ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല. അപ്പോൾ ആ 2 സീറ്റ് ബി ജെ പിയെ തോൽപ്പിക്കാൻ ആർക്കാ പറ്റുന്നത്? തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശശി തരൂരാണ്. കാരണം ശശി തരൂർ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടെ ജയിക്കുന്നുണ്ട്. തരൂർ ഇപ്പോൾ പകുതി മോദിയുടെ കൂടിയാണ്. അർത്ഥനാരീശ്വരൻ എന്ന് പറഞ്ഞ പോലെ പകുതി ബി ജെ പി പകുതി കോൺഗ്രസ് ആയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ പൊസിഷനോ? ഞങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നൊക്കെ പറയുമ്പം തിരുവനന്തപുരത്ത് തന്നെ 1.25 ലക്ഷം വോട്ട് എൽ ഡി എഫിന്, 1,65,000 വോട്ട് ബി ജെ പിക്ക്, 1.25 ലക്ഷം വോട്ട് യു ഡി എഫിന്. അപ്പോൾ 1.25 ലക്ഷം വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ട് കുറഞ്ഞു പോയ നിങ്ങൾ ഞങ്ങളോട് പറയുന്നു, കെ സി വേണുഗോപാൽ പറയുന്നു, ബി ജെ പിയെ ജയിപ്പിച്ചത് ഇടതുപക്ഷമാണ്. ഞങ്ങൾക്ക് മനസ്സിലായില്ലത്. മനോരമയും മറ്റ് മാധ്യമങ്ങളൊക്കെ നിങ്ങൾ പറയുന്നതെല്ലാം അങ്ങ് പ്രചരിപ്പിക്കാൻ നിൽക്കുന്നതുകൊണ്ട് ഇത് പൊതുബോധമായിട്ട് വരികയാണ്. ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ, ഇവിടുത്തെ വലതുപക്ഷം ഉണ്ടല്ലോ, അവരെല്ലാം ഞങ്ങൾക്കെതിരായിട്ട് പ്രചരണം നടത്താൻ നിൽക്കുന്നതുകൊണ്ട് അത് പൊതുബോധമായിട്ട് വരികയാണ്. വരട്ടെ. പക്ഷെ സത്യം എന്താണ്? അപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം വട്ടിയൂർക്കാവിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ, നേമത്ത് ബി ജെ പിയെ തോൽപ്പിക്കാൻ ആർക്ക് വോട്ട് ചെയ്യണം? ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഓക്കെ. കേരളത്തിൽ 2 ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. അതിന്നില്ല. ആ സീറ്റുകളിലൂടെ തോറ്റുപോയി. അവരെവിടെങ്കിലും ജയിച്ചിരുന്നെങ്കിൽ ജയിച്ചിടത്ത് തോറ്റു, പുതിയ സ്ഥലത്ത് ജയിച്ചു. അത് സത്യമാണ്. അപ്പോൾ എന്താ ബി ജെ പി ജയിച്ചിടത്ത് തോറ്റുന്നത്? ബി ജെ പിക്ക് വികസിത ഭാരതമില്ല, വികസിത കേരളമില്ല, അവർക്ക് ഭരിക്കാൻ അറിയത്തില്ല, വർഗീയതയല്ലാണ്ട് ഒരു കയ്യിരിപ്പും അവർക്കില്ല. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങളടക്കം കേരളത്തിൻ്റെ സെക്കുലർ വോട്ട് ഇനി അങ്ങോട്ട്, അതാ ചോദ്യം. അതാണ് ഞങ്ങൾ കാണുന്നത്. അവർ നമ്മുടെ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷ ശക്തികളും യു ഡി എഫിനെ ആശ്രയിക്കേണ്ട ഗതികേടിൽ നിന്ന് മോചിതമായിരിക്കുന്നു. ബി ജെ പിയെ ഫലപ്രദമായി നേരിടാൻ എൽ ഡി എഫിനാകും. നമ്പർ 1. 2, മികവാർന്ന ഭരണം എൽ ഡി എഫിനാണ്. ഓക്കെ. നിങ്ങൾക്ക് എന്താ കേരളത്തിൻ്റെ ഭരണത്തെക്കുറിച്ച്? ശരി, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. അത് പിന്നെയും ചർച്ച ചെയ്യാം. ഞാൻ ഒരു ജില്ല കൂടി നേരത്തെ നമ്മളിപ്പോൾ ജോസ് കെ മാണിയുടെ ഇന്നത്തെ മറുപടി, അതായത് കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയെ ക്ഷണിച്ചുകൊണ്ടുള്ള നിരന്തരമായ പ്രതികരണത്തിനാണ് ഇന്ന് തടയിട്ടത് ജോസ് കെ മാണി. അത് വേണ്ട, ഇവിടെ ഇടതുമുന്നണിയിൽ തന്നെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴും ഒരു കാര്യം പറയാനുള്ളത്, കോട്ടയത്തടക്കം എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് ശ്രീ പി എം നിയാസ് പറഞ്ഞു വെച്ച അനുഭവം ഉള്ളതുകൊണ്ട് കോട്ടയത്തുകാരൻ കൂടിയായ ശ്രീ അനിൽകുമാർ ചുരുക്കത്തിൽ കോട്ടയം ജില്ലയെക്കുറിച്ച് എന്ന് പറയും. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ശരിയാണ്. എറണാകുളം, താങ്കൾ പറഞ്ഞ എറണാകുളം പോലെ, മലപ്പുറം പോലെ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ഇതൊക്കെ ഐക്യജനാധിപത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിഞ്ഞ ജില്ലകളല്ലേ? അതെ. അതിലൊരു കാര്യം, കോട്ടയം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 4,50,817 ഉണ്ട്. ഇതിനർത്ഥം ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസും എൽ ഡി എഫിൽ വന്നത് ദൃഢീകരിക്കപ്പെട്ടു. പാലാ മണ്ഡലം, അതുപോലെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം, വൈക്കം മണ്ഡലം, 3 മണ്ഡലത്തിൽ ഇപ്പം തന്നെ ജില്ലയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷമുണ്ട്. ബാക്കി ഉള്ള മണ്ഡലങ്ങളിലെ അവസ്ഥ എന്താണെന്നറിയാം? 6 മണ്ഡലങ്ങളുടെ അവസ്ഥ. നാമമാത്രമായ ഭൂരിപക്ഷം, ഏറ്റവും പരമാവധി 4,000-ത്തിനടുത്ത് ഭൂരിപക്ഷം, അത്രേ ഉള്ളവർക്ക് കോട്ടയത്ത്. യു ഡി എഫിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. അതുകൊണ്ട് യു ഡി എഫ് ഇങ്ങനെ മഹാമേര് പോലെ വളർന്നുകയല്ല ഇത് കോട്ടയത്ത് ചെയ്തത്. എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വോട്ട് വ്യത്യാസം ഒരു 13,000 വോട്ട് 14,000 വോട്ടേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം എൽ ഡി എഫിന് മേൽക്കൈയുള്ള ജില്ലയായി മാറുന്ന വിധം ഉള്ള പ്രവണതകൾ ലഭ്യമായിരിക്കുന്നു. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് നഷ്ടപ്പെട്ട പാലയും കടുത്തുരുത്തിയും പിടിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം വന്നിരിക്കുന്നു. ഒരു ഇത് പറയാം, പാലാ മുനിസിപ്പാലിറ്റി ജോസ് കെ മാണി ചൂണ്ടിക്കാണിച്ച കാര്യം എന്താണ്? ഏറ്റവും വലിയ ഒന്നാം കക്ഷി എൽ ഡി എഫ് ആണ്, ഭൂരിപക്ഷം ഇപ്പോൾ ഇല്ല.
പക്ഷേ വോട്ട് നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ പാലായിൽ LDF-ന് ആ മുനിസിപ്പാലിറ്റി ലീഡാണ്. ഓക്കെ. കരൂർ പഞ്ചായത്ത് LDF-ന് ഭൂരിപക്ഷമില്ല, പക്ഷേ കരൂർ പഞ്ചായത്തിലെ വോട്ട് നില LDF-നാണ് ലീഡ്. കടുത്തുരുത്തിയിൽ നോക്കിയാൽ LDF-ന് ഭൂരിപക്ഷമാണ്, പക്ഷെ ജനപ്രതിനിധികളുടെ എണ്ണത്തിന് ഭൂരിപക്ഷമില്ല. കാഞ്ഞിരപ്പള്ളിയിൽ LDF-ന് പഞ്ചായത്ത് ഭൂരിപക്ഷമില്ല, പക്ഷേ 1800 വോട്ടിലേറെയാണ് ആകെ വോട്ടിൽ ഭൂരിപക്ഷം. ഇത് കാണിക്കുന്നത് എന്താണ്? ചില വാർഡുകളിൽ LDF-നെ ഒഴിവാക്കാൻ വർഗീയ ശക്തികൾ നല്ല നിലയ്ക്ക് BJPയും കോൺഗ്രസും പരസ്പരം പങ്കിട്ടു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ശരി, ഒന്ന് ചുരുക്കി. അതിവിടുത്തെ ന്യൂനപക്ഷ വർഗീയ ശക്തികളോടാണ്, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരോടാണ്. ഈരാറ്റുപേട്ടയിലെ ബലം ഒന്ന് പഠിക്കുക. LDF-ന് 10 സീറ്റ് കിട്ടി, കഴിഞ്ഞ തവണത്തൊക്കെ ഒരെണ്ണം കൂടി. LDF മുന്നോട്ട് പോയി. എവിടെ? ഈരാറ്റുപേട്ടയിൽ. LDF മുന്നോട്ട് പോയാൽ അതിന് അർത്ഥം എന്താണ്? മതന്യൂനപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ ദുർവചനം കേട്ട LDF-ന് ദുർബോധനം കേട്ട് LDF-എതിരായി മാറി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശരി, നിങ്ങളുടെ ചിന്ത അസ്ഥാനത്താണ്. മതന്യൂനപക്ഷങ്ങൾ, വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ പരക്കെ പിന്തുണച്ചു. ശരി, ഞങ്ങൾക്ക് ചില സ്ഥലത്ത് മറികടക്കാനായിട്ടില്ല, അത് ഞങ്ങളുടെ ദൗർബല്യമാണ്. ഞങ്ങൾ തിരുത്താനുള്ള വഴികൾ ഞങ്ങൾ തേടും. ഇതാണ് ഞങ്ങളുടെ മറുപടി. LDF സുദൃഢമാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ജോസ് കെ മാണി ഇന്ന് കേരളത്തോട് പറഞ്ഞത്. ഇവിടെ ശ്രീ സജീവൻ, ഇപ്പോൾ പൊതുവിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഏതായാലും ഇപ്പോൾ സ്പെസിമിനായി നമ്മുടെ മുമ്പിൽ ഉള്ളതിൽ കോട്ടയമുണ്ട്. ആ കോട്ടയത്ത് തന്നെ പാലായും തൊടുപുഴയുണ്ട്. ജോസ് കെ മാണി പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. പാലായിൽ ഈ പറഞ്ഞതുപോലെ ആ മണ്ഡലം LDF-ന് ലീഡ് നേടുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തൊടുപുഴയിൽ ജോസഫ് ഗ്രൂപ്പ് 38ഓളം വാർഡുകളുള്ളതിൽ 2 മാത്രം ജയിച്ചു. അദ്ദേഹം പറഞ്ഞത് പരുന്തിൻ്റെ പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് കോൺഗ്രസ് കൊടുക്കുന്നത് മേടിക്കുക. അത് കോൺഗ്രസ്സിന് കൂടി ബോധ്യമുള്ളത് കൊണ്ടാകണം തുടർച്ചയായി മാണി ഗ്രൂപ്പിനെ ഇപ്പോൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട, ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന നില തന്നെയാണ് ആവർത്തിച്ച് വളരെ വ്യക്തമായി ആ പാർട്ടിയിലെ പല നേതാക്കളും പറഞ്ഞു. ഒടുവിൽ ജോസ് കെ മാണിയും ഇന്ന് പറഞ്ഞു വെച്ചത്. അതായത് മനസ്സിലാക്കേണ്ടത് എന്താണ്? വലിയ തോതിൽ ഒരു മുന്നണി വിപുലീകരണം എന്നത് UDF ആഗ്രഹിക്കുന്നു, അത് വളരെ പരസ്യമായി തുടർച്ചയായി പറയുന്നു എന്നാണോ? മറുഭാഗത്ത് ഈ തിരിച്ചടി ഉണ്ടാകുമ്പോഴും ഇടതുമുന്നണിക്കകത്തെ ഘടകകക്ഷികൾക്ക് ശ്രീ നിയാസ് പറഞ്ഞ പോലെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടോ മുന്നണിയുടെ കാര്യത്തിൽ? ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികളായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്, ഈ കേരള കോൺഗ്രസിന്റെ ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ചെറിയ സൂചനയെങ്കിലും ഇന്നത്തെ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിൽ ഉണ്ടാവേണ്ടതാണ്. അദ്ദേഹം വളരെ കൃത്യമായും ശക്തമായുമാണ് നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കൊരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവുമില്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളിതാ ഇളകി നിൽക്കുകയാണെന്നുള്ള സൂചന ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ല എന്ന് അസന്നിഗ്ധമായിട്ടാണ് ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ജോസ് കെ മാണി അപ്പുറത്തേക്ക് പോകുമ്പോൾ എതിർക്കാൻ സാധ്യതയുള്ള പാർട്ടി, അതായത് ജോസഫ് ഗ്രൂപ്പിനെ കുറിച്ച് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയെ പോലെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങേറ്റത്ത് അപഹസിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമാണ്. നിലപാടിൽ മാറ്റമുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് പറയാം. ഞങ്ങളിപ്പോൾ മുന്നണി മാറ്റത്തെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സൂചന കിട്ടും. ഇവിടെ സൂചനയില്ല. കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ്, ജോസ് കെ മാണി അല്ലാത്ത ഏതെങ്കിലും അത്ര ഉന്നതനല്ലാത്തൊരു നേതാവ് പോലും ഇങ്ങനെ ഈ രീതിയിൽ ഒരു മുന്നണി മാറ്റത്തിന്റെ താല്പര്യം പറഞ്ഞിട്ടില്ല. അടൂർ പ്രകാശിനെ പോലുള്ള ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും പറയുന്നു അവര് കേരള കോൺഗ്രസ് അല്ല, കോൺഗ്രസ് ആണ്. അപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടാകും. അതിൽ 2 കാര്യമുണ്ട്. ഈ UDF-ന്റെ ഇപ്പോഴത്തെ വിജയം, ആ വിജയം ഒരു സ്ഥിരം പ്രതിഭാസമല്ല എന്ന് UDF നേതാക്കന്മാർക്ക് അറിയാം. ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. ഞാൻ തികച്ചും നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. ഈ താൽക്കാലിക പ്രതിഭാസം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നത് LDF-ന് വേണ്ട രീതിയിൽ, സമയവും കിട്ടാത്ത പ്രശ്നമുണ്ട്, അത് വേണ്ട രൂപത്തിൽ അതിനെ ചെറുക്കാനോ അതിനെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞില്ല. അതേ സമയത്ത് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉണ്ടായ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ അയ്യപ്പന്റെ സ്വത്തും അയ്യപ്പന്റെ സ്വർണവും അടിച്ചു മാറ്റി അത് CPM ആണ് എന്നുള്ള രീതിയിൽ, പാർട്ടി LDF-ലെ മറ്റ് ഘടകകക്ഷികളെ പോലും അല്ല, മുഖ്യമന്ത്രിയുടെ പേരും പാർട്ടി എന്ന നിലയിൽ CPM-ന്റെ പേരുമാണ്. അത് ശക്തമായിട്ട് പറയുമ്പോൾ അത് അല്ല എന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ താൽക്കാലിക പ്രതിഭാസം മാറിക്കിട്ടാൻ, അതായത് ഒരു പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ സാധാരണ ജനങ്ങൾക്കിടയിലുള്ള സംസാരം വെച്ചാണ് പറയുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ ആദ്യം സസ്പെൻഡ് ചെയ്തു,
അദ്ദേഹത്തിന് പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. അത് കഴിഞ്ഞ് ആദ്യത്തെ ഈ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാത്ത ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം അത് ജനങ്ങൾക്കിടയിലേക്ക് പൂർണ്ണമായി കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുകയാണ് എന്നുള്ള പത്മകുമാറിന്റെയും ഒക്കെ വാസുവിനെയൊക്കെ സംരക്ഷിക്കുകയാണ് എന്ന വലിയൊരു നെറേറ്റീവ് ഉണ്ടാക്കി തീർത്തു. അത് വേണ്ട രീതിയിൽ അതിനെ തടയാൻ, അതിനെ ചെറുക്കാൻ LDF-ന് പറ്റിയില്ല. ഈ പ്രതിഭാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താൽക്കാലിക പ്രതിഭാസമാണ്. ഈ താൽക്കാലിക പ്രതിഭാസം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാൻ സാധ്യതയില്ല. കാരണം കേസിന്റെ ഘട്ടങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അതിവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ആളുകളൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ ഇടപെട്ടു എന്നുള്ളതൊക്കെ ഇനി ഈ ചാർജ് ഷീറ്റ് വരുമ്പോഴാണല്ലോ അറിയാം. അപ്പൊ ചാർജ് ഷീറ്റ് വരുമ്പോൾ ഇവരെ പങ്കിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഈ പത്മകുമാറും വാസുവൊക്കെ അറസ്റ്റിലാണ്, അത് അവര് ജയിലിലാണുള്ള കാര്യമൊക്കെ യാഥാർത്ഥ്യം. അത് സാധാരണ ജനങ്ങൾക്ക് അതിന്റെ യുക്തി മനസ്സിലാവില്ല. അപ്പൊ അത് ബോധ്യപ്പെടുത്തുന്നുള്ള പരാജയമാണ്. അപ്പൊ ഈ താൽക്കാലിക പ്രതിഭാസത്തെ ഈ എക്കാലത്ത് നിലനിർത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതൊരു സ്ഥിരം പ്രതിഭാസമാക്കാനാണ് RJD-യെയും ഈ കേരള കോൺഗ്രസിനെയൊക്കെ വീണ്ടും ക്ഷണിക്കുന്നത്. ശരി, ശ്രീ നിയാസ്, ഇതിപ്പോൾ എന്തുകൊണ്ടാണ് LDF, താങ്കൾ പറഞ്ഞു എല്ലാവർക്കും പരിക്കുപറ്റി എങ്ങനെങ്കിലും ചാടാൻ നിൽക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ക്ഷണിക്കുന്നത് എന്ന് പറയുമ്പോൾ, പക്ഷെ നോക്കൂ, ഇതിനകത്ത് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു സ്പേസ് ഇട്ട് സംസാരിച്ചു പോകും. ഇത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്താണ് ജോസ് കെ മാണി സംസാരിച്ചത്. ഇനി ഇതും പറഞ്ഞ് നടക്കണ്ട എന്ന് കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ മുന്നണിക്കകത്ത് നിൽക്കുന്നതിനൊരു ആത്മവിശ്വാസം ആ മുന്നണിക്കകത്തെ ഘടകകക്ഷികൾക്കുണ്ട് എന്നുള്ളതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. അതിന് കാരണം എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ്, അന്ന് താങ്കളിപ്പോൾ ഉദാഹരിച്ചു 80 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ലീഡുണ്ട് എന്ന് പറയുന്നതിനെ നിങ്ങൾ ആധാരമാക്കുന്നുവെങ്കിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF-ന് അന്നത്തെ വിജയം നിയമസഭാ മണ്ഡലങ്ങളുടെ പശ്ചാത്തലത്തിൽ കൺവെർട്ട് ചെയ്താൽ 110 ആയിരുന്നു, LDF-ന് കേവലം 19 ആയിരുന്നു, NDA-ക്ക് നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ 11 ആയിരുന്നു, അങ്ങനെ ആകെ 140 എന്ന നിലയായിരുന്നു. നോക്കൂ, ഇപ്പോൾ മാറി ഈ 110 നിന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരു 80-ലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. ആ നിലയിൽ 11-ൽ നിന്ന് 19-ൽ നിന്ന് 58-ലേക്ക് LDF വന്നിരിക്കുന്നു. അവിടെയാണ് ശ്രീ സജീവൻ പറഞ്ഞ താൽക്കാലിക പ്രതിഭാസമാണ് എന്നൊരു പ്രശ്നം UDF നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഘടകകക്ഷികൾ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാവില്ലേ? അതുപോലെ തന്നെ ശ്രീ അനിൽകുമാർ ഇപ്പോൾ കോട്ടയം അടക്കം ചൂണ്ടിക്കാട്ടി പറഞ്ഞു, പാല നിയമസഭാ മണ്ഡലം LDF ലീഡ് നേടുന്ന നില വന്നിട്ടുണ്ട്. പലപ്പോഴും ചൂണ്ടിക്കാട്ടിയാണ് നിങ്ങൾ നിന്നിട്ടുള്ളത്. കടുത്തുരുതിയിൽ ലീഡ് വല്ലാതെ ഇടിഞ്ഞു. അങ്ങനെ എത്രയോ മണ്ഡലം നാമമാത്രം, ഇപ്പോൾ ആലപ്പുഴയിലെ അരൂര്, കുട്ടനാട് എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ ലീഡെന്ന് പറയുന്നത് വളരെ നാമമാത്രമാണ്. അങ്ങനെ തന്നെ നോക്കിയാൽ ഈ 58-ൻ്റെ കൂടി ഒരു 1.5 ഡസൻ മണ്ഡലങ്ങൾ വേറെയുണ്ട്. പാല കടുത്തുരുത്തിയിൽ വല്ലാതെ കുറഞ്ഞു. ഏറ്റുമാനൂരൊക്കെ ആ നിലയിൽ തന്നെ വളരെ നാമമാത്രമായ ഒരു ലീഡ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആ മണ്ഡലം നിലനിർത്തും അല്ലെങ്കിൽ UDF-ലേക്ക് വരുമെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലേതായാലും ഇല്ല. ഇപ്പോൾ അടൂർ നോക്കാം, 618-ൻ്റെ ലീഡ് മാത്രം. കോന്നി 324-ൻ്റെ കേവല ലീഡാണ്. അപ്പോൾ ഈ ലീഡുകൾ വെച്ചിട്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 58-ൽ നിന്ന് ഇനിയും LDF-ന് MLA-മാരുടെ പ്രവർത്തനം, അവരുടെ മണ്ഡലവുമായുള്ള ബന്ധം, സർക്കാർ മുമ്പ് പറഞ്ഞ പോലെ ഇതെല്ലാം കടന്നു വരുമ്പോൾ ശ്രീ സജീവൻ പറഞ്ഞൊരു താൽക്കാലിക പ്രതിഭാസം എന്ന ആശങ്ക UDF-നുള്ളത് കൊണ്ടല്ലേ LDF ഘടകകക്ഷികൾക്ക് പിന്നാലെ പായുന്നത്? നമുക്ക് ശരത്തെ, ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് നമ്മുടെ അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു, അസംബ്ലി തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടാണ്. 2 വോട്ടർ പട്ടികയാണ്. മറ്റേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയാണ്. ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഇഷ്ടംപോലെ CPM-മാർ കുത്തി നിറച്ചും UDF-കാരെ ചവിട്ടി പുറത്താക്കിയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 2020-ലാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല, ഞാൻ കേൾക്കുന്നു. 2020-ലെ തെരഞ്ഞെടുപ്പ് പ്രിയപ്പെട്ട അനിൽകുമാർ ഒരു പുസ്തകവും പേപ്പറും എടുത്ത് എഴുതി വെക്കണം. ഗ്രാമപഞ്ചായത്തിൽ UDF-ന് 5914 സീറ്റുണ്ടായിരുന്നത് 8021ആയി. LDF-ന് 7565 ഉണ്ടായിരുന്നത് 6568ആയി. BJP-ക്ക് 1182 ഉള്ളത് 1447ആയി. ആർക്കാണ് കൂടിയത്, ആർക്കാണ് കുറഞ്ഞതെന്ന് പ്രിയപ്പെട്ട അനിൽകുമാർ ഒന്ന് എഴുതി വെക്കണം. ഗ്രാമപഞ്ചായത്തിലെ ഭരണം എടുത്തു നോക്കിയാൽ 340 പഞ്ചായത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഭരണമുണ്ടായിരുന്നത്. അത് 505ആയി. 580 ഭരണമുണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ നിങ്ങളുടെ എണ്ണം 340ആയി. പ്രിയപ്പെട്ട അനിൽകുമാറെ, ബ്ലോക്ക് പഞ്ചായത്തിൽ 730 മെമ്പർമാർ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് 1241ആയി. നിങ്ങൾക്ക് 1267 നിന്ന് നിങ്ങൾ 923ലേക്ക് കൂപ്പ് കുത്തി. ഭരണം
ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണം ഞങ്ങൾക്ക് വെറും 40 ബ്ലോക്ക് പഞ്ചായത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 79ആയി. നിങ്ങൾക്ക് 111 നിന്നും നിങ്ങൾ 63 നിങ്ങൾ തിരിച്ചു വന്നു. ഇനി ഞങ്ങൾ വേറൊന്നും കൂടി പറയാം. ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് 110 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ മാത്രമാണ്. ഞങ്ങൾക്ക് 195ആയി. നിങ്ങൾക്ക് 213 നിന്നും നിങ്ങൾ 147 പോയി. നിങ്ങൾക്ക് 12 ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഭരണമുണ്ടായിരുന്നു. നിങ്ങളത് 7 കൂപ്പുകുത്തി. ഞങ്ങൾക്ക് 2 ജില്ലയിൽ ജില്ലാ പഞ്ചായത്തേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ 7ആയി. നിങ്ങൾക്ക് 5 കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. 5 കോർപ്പറേഷനിൽ നിങ്ങൾക്ക് 1 ചുരുങ്ങി. ഞങ്ങൾക്ക് 1 നിന്നും ഞങ്ങൾ 4 പോയി. എൻ്റെ പ്രിയപ്പെട്ട അനിൽകുമാറെ, നാണമില്ലേ മീൻസ് അനിൽകുമാർ? നിങ്ങൾക്ക് ഈ അരി എത്രയെന്ന് പറയുമ്പോൾ പയററിഞ്ഞായി എന്ന് പറയാൻ നിങ്ങൾ ഈ കണക്കെടുത്ത് പറയൂ. ഞാൻ വെല്ലുവിളിയോടുകൂടി അനിൽകുമാറെ ഈ പഴയ പോലെയൊന്നും CPM-മാരുടെ ക്യാപ്സ്യൂളൊന്നും വിശ്വസിച്ച് നാട്ടുകാർ പോകുന്ന കാലം പോയി. ഇന്ന് അത്യന്താധുനിക യുഗമാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും കാര്യങ്ങൾ അറിയാം. ഞങ്ങളൊക്കെ നാട്ടിൽ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ വീട്ടിൽ ഞങ്ങളുടെ വിജയത്തിൻ്റെ ഐശ്വര്യം അത് അനിൽകുമാറാണ്. പ്രിയപ്പെട്ട അനിൽകുമാറെ, താങ്കൾ ഇതുപോലെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കണം. അടുത്ത പാർലമെൻറ്റിലും താങ്കൾ ന്യായീകരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ അസംബ്ലിയിലും അത് താങ്കൾ ഇതുപോലെ ന്യായീകരിച്ചിരുന്നാൽ ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വളരെയേറെ നേട്ടമുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തത് നമ്മുടെ സജീവൻ പറഞ്ഞു ഇവിടെ താൽക്കാലിക പ്രതിഭാസമാണെന്ന്. പ്രിയപ്പെട്ട സജീവ, താൽക്കാലിക പ്രതിഭാസം തന്നെയല്ലേ തെരഞ്ഞെടുപ്പ്? അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പല്ലല്ലോ ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ കണ്ടത്. പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പല്ലല്ലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അപ്പോൾ ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഏത് രംഗത്താണ്? നിങ്ങൾ ശബരിമല മാത്രമാണ് പറയുന്നത്. ശബരിമല അവിടെ നിൽക്കട്ടെ. വിലക്കയറ്റം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയോ? ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ കാര്യത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയോ? ഇവിടുത്തെ സാധാരണ സ്ത്രീകളുടെ അമ്മമാരുടെയും സുരക്ഷിതത്വം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയോ? ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടക്കണി, ആ കടക്കണി, കേരളത്തിൻ്റെ കടക്കണിയിൽ നിന്ന് നിങ്ങൾക്ക് കേരളത്തെ രക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് ഭരണമാണ്? ആശുപത്രിയിൽ പോയാൽ അവിടെ ഒന്നുകിൽ കൂട്ടിരിപ്പുകാർ ഭരിക്കുന്ന അവസ്ഥ, ആശുപത്രി ഡോക്ടർമാരുടെ ഉണ്ടാക്കിയ കാര്യങ്ങൾ, ഇങ്ങനെ ഏത് മേഖലകളിലാണ് നിങ്ങൾക്ക് ശബരിപ്പം സജീവൻ്റെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും ആകെ ഒരു കുഴപ്പം അവർ ചെയ്തത് ശബരിമല മാത്രം. പാർലമെന്റിലേക്ക് പോയ UDF MP-മാരും ആ പാരഡി ഗാനം അവിടെ പോയി പാടി നിങ്ങൾ തന്നെയല്ലേ സമൂഹത്തിന് ആ ഇംപ്രഷൻ കൊടുത്തത്? അതുകൊണ്ടല്ലേ ശ്രീ സജീവൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ ശരത്തെ ഞങ്ങൾ പറയുന്നത് ലേറ്റസ്റ്റായി നടന്ന കാര്യം ലേറ്റസ്റ്റായി ഞങ്ങൾ പറയുന്നു. എന്നാൽ ജനങ്ങളൊന്നും മറന്നിട്ടില്ല. അനിൽകുമാർ എത്രമാത്രം കഴുകി വെളുപ്പിക്കാൻ നോക്കിയാലും നിങ്ങളുടെ ഭരണത്തെ കഴുകി വെളുപ്പിക്കാൻ കഴിയില്ല അനിൽകുമാർ. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം ഞാൻ ഒരു പറഞ്ഞ ഇവരെല്ലാം ചോദിച്ച ചോദ്യങ്ങൾക്കും പറയുന്നു. അപ്പം ഞാൻ പറയുന്നത് താങ്കൾ ചോദിച്ച ചോദ്യം ഞങ്ങൾ വളരെ വ്യക്തതയോടുകൂടി, നിങ്ങളിപ്പോൾ പറയുന്നത് ഞങ്ങൾ പാർലമെൻറ്റ് 111 ഉണ്ടായിരുന്നല്ലോ, പാർലമെൻറ്റിൽ 111 ഉണ്ടായത് അസംബ്ലിയിൽ 111 ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അസംബ്ലി 111 ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ 100 പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്? ഇത് രണ്ട് പാറ്റേണാണ്, രണ്ട് തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ബഹുമാനായ നിങ്ങൾക്ക് അനിൽകുമാർ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുമോ? ബഹുമാനമായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, കംഫർട്ടബിളായ തിളക്കമാർന്ന വിജയമില്ലെങ്കിൽ ഞാൻ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വനവാസത്തിന് പോകുമെന്ന് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിയോട് പറഞ്ഞല്ലോ. പ്രിയപ്പെട്ട പിണറായി പറയണ്ട, പിണറായിയുടെ പാർട്ടിയുടെ സെക്രട്ടറിക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ LDF-ൻ്റെ കൺവീനർക്ക് പറയാൻ പറ്റുമോ? എന്നും വേണ്ട അനിൽകുമാറിന് പറയാൻ പറ്റുമോ? അനിൽകുമാറെ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നത് ഞങ്ങൾക്ക് അത്രയും ഉറപ്പാണ് ജനങ്ങളുടെ മനസ്സ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളിപ്പോൾ പറയാൻ പോകുന്നത് ഇവിടെ ഞങ്ങൾക്ക് അപ്പോൾ അനിൽകുമാർ കഴുകി വെളുപ്പിച്ചാലും ഇത് വെളുക്കാൻ മറുപടി അദ്ദേഹത്തിനുള്ള മറുപടി. ഒന്ന്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ അധികാരത്തിലേറാമെന്ന് കരുതി ആരംഭിച്ച പാർട്ടിയല്ല. അതാദ്യം മനസ്സിലാക്കണം. ആയിരുന്നു പണ്ട്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാവട്ട പൊന്നാര്യൻ എന്ന് ഇടശ്ശേരി ഗോവിന്ദാർ പാടിയിട്ടുണ്ട്. അതെന്താ അങ്ങനെ പാടാൻ കാരണം? തൊഴിലാളി വർഗം അധികാരം പിടിക്കണം വിപ്ലവത്തിലൂടെ, എങ്കിൽ മാത്രമേ കോർപ്പറേറ്റ് ചൂഷണം അല്ലെങ്കിൽ മുതലാളിത്ത ചൂഷണം അതിനെ തടയാനാവൂ. ഞങ്ങൾ 1920 ഇന്ത്യയിൽ ആരംഭിച്ചു. ആദ്യം ഉടനെ ഞങ്ങളെ പഞ്ചായത്തിലേക്ക് നിൽക്കുകയാണോ ഇത്? പെഷവാർ ഗൂഢാലോചന കേസ്, കോൺപൂർ ഗൂഢാലോചന കേസ്, കോയമ്പത്തൂർ ഗൂഢാലോചന കേസ്, ബോംബെ ഗൂഢാലോചന കേസ്, കൽക്കത്ത ഗൂഢാലോചന കേസ്, ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഞങ്ങൾക്കെതിരായി ഗൂഢാലോചന കേസ് എടുത്തു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് ഉടനെ മത്സരിച്ചേക്കാവുന്നതാണോ? ജയിലിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
മഠത്തിലപ്പു, ചിരികണ്ഠൻ 4 കമ്മ്യൂണിസ്റ്റ് സഖാക്കളാണ്. കുഞ്ഞമ്പു നായർ അറിയാമോ, കേട്ടിട്ടുണ്ടോ? അബൂബക്കർ 4 പേര് കയ്യൂരിൽ രക്തസാക്ഷികളായി 1940കളിൽ. അവരെല്ലാം പഞ്ചായത്ത് മെമ്പർമാരായിട്ടാണോ വനവാസം? നിങ്ങൾ ആരെയാണ് വനവാസം പഠിപ്പിക്കുന്നത്? രാമസ്വാമയ്യരുടെ കാലത്ത് ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന സ്വതന്ത്രമായി അമേരിക്കൻ മോഡൽ വേണമെന്ന് പറഞ്ഞപ്പം അറബിക്കടലെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് പുന്നപ്പുറവേല രക്തസാക്ഷികൾ, അത് വനവാസത്തിന് പോയതാ. വി.ഡി. സതീശൻ വനവാസം പഠിപ്പിക്കുന്നു. അധികാരമില്ലാത്തപ്പം ഈ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് മീനെ പിടിച്ചിട്ട് പിടയ്ക്കണ പോലെ മുസ്ലിം ലീഗും കോൺഗ്രസും പിടയ്ക്കണ പോലെ പിടയ്ക്കണ ഒരു പാർട്ടിയുടെ പേരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു അധികാരമാണോ ഞങ്ങളെ വലുതാക്കിയത്? അധികാരം ഉള്ളതുകൊണ്ടാണോ ഇന്ത്യ രാജ്യത്ത് പലയിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്? അധികാരം ഉള്ളപ്പോൾ അധികാരം ഉപയോഗിക്കും. ഇപ്പോഴും അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? ഞങ്ങളെ ആദ്യം മനസ്സിലാക്കി. ഇല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ ആ ബംഗാളിൽ ചെന്നിട്ട് ഇപ്പോൾ ലോങ് മാർച്ച് നടക്കുന്നുണ്ട്. ബംഗാളിനെ രക്ഷിക്കുക. 1000 കിലോമീറ്ററാണ് നടക്കുന്നത്. ഒന്ന് നോക്ക്. നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ നടപ്പ് പോലല്ല, മനുഷ്യൻ്റെ ജീവിത പ്രശ്നം പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ദേശീയ പണിമുടക്ക് ഇന്ത്യയിൽ നടക്കുമ്പോൾ ആരുടെ കൊടിയാണ് പൊങ്ങണത്? തെരുവിൽ നടക്കാൻ പോണു. ഇന്ത്യ രാജ്യത്തെ ലേബർ കോഡുകൾക്കെതിരായി ദേശീയ പ്രക്ഷോഭണം. ഞങ്ങളുടെ പോരാട്ടം. ഞങ്ങളുടെ സ്കൂള് വേറെയാന്നേ. നിങ്ങൾ വനവാസമോ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോടോ? അത് ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അറിയാമോ? നിങ്ങൾ ആദ്യം ഞങ്ങളുടെ പാർട്ടി എന്നാന്ന് മനസ്സിലാക്കി. ഇത് സ്കൂൾ വേറെയാ, പാർട്ടി വേറെയാ. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണ്? 57-ൽ ഞങ്ങൾക്കൊരു അവസരം കിട്ടി, 67-ൽ അവസരം കിട്ടി. എന്ത് ചെയ്തു? ഭൂമിയില്ലാത്തവന് ഭൂമി, അതുപോലെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം, ഏറ്റവും ഉയർന്ന കൂലി. ഇത് 57 തുടങ്ങിയ പണി ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ വീടില്ലാത്തവരില്ല കേരളത്തിൽ. എല്ലാവർക്കും വീടാക്കാം, എല്ലാവർക്കും കിടപ്പാടാക്കും. 57 തുടങ്ങിയ പണിയാണ്. അതിനാ 5 കൊല്ലം കൂടെ ചോദിക്കണത്, സൂഹിക്കാനല്ല. ഞങ്ങൾക്ക് അധികാരത്തിൽ വന്നാൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കി, ഇനി ദാരിദ്ര്യം ഇല്ലാതാക്കും. അതിന് 5 കൊല്ലം കൂടെ ചോദിക്കണത്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൂലി തൊഴിലാളിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലപൊക്കി നിൽക്കുന്നത്. ഞങ്ങളെല്ലാം വനവാസത്തിന് പോകണോ? ഈ കാണുന്ന സ്കൂള് നന്നാക്കി, ആശുപത്രി നന്നാക്കി, ഈ കാണുന്ന റോഡുകളെല്ലാം നന്നാക്കിയിട്ട് ഞങ്ങൾ വനവാസത്തിന് പോകണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്ത് കുടുംബശ്രീ ഉണ്ടാക്കി, സ്ത്രീ പുരുഷ തുല്യതയുടെ പുതിയ കേരളം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാം വനവാസത്തിന് പോകണോ? വി.ഡി. സതീശൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും അധികാരദാഹത്തിനും അധികാരഭ്രമത്തിനും ഇവിടുത്തെ കുറേ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വനവാസത്തിന് പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതൊന്നും ഞങ്ങളുടെ നേരെ വേണ്ട. ആ ചോദ്യമൊന്നും ഞങ്ങളുടെ നേരെ വേണ്ട. പിണറായി വിജയൻ വനവാസത്തിന് പോകുമോ? അധികാരത്തോടുള്ള ആർത്തിയാണ് പിണറായി വിജയന്. അങ്ങനെയാണ് പിന്നെ അടിയന്തരാവസ്ഥക്കാലത്ത് ഈ MLA പോയി ജയിലിൽ കിടന്നത്. ഞങ്ങളുടെ വെല്ലുവിളിയാണ് നിങ്ങളുടെ കാലത്ത്. ഞങ്ങളുടെ വെല്ലുവിളി പറയൂ. ഞങ്ങളുടെ സ്കൂള് വേറെയാണെന്നേ. അതെ, അധികാരമില്ലാതെ വന്നാൽ BJPയുടെ മന്ത്രിയാകാൻ പോകുന്ന, മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഹിമന്ത ബിശ്വ ശർമ്മ പറയട്ടെ അങ്ങോട്ട് പിടി. അധികാരമില്ലാതെ വരുന്ന കാണുമ്പോൾ ആന്റണിയുടെ മകൻ BJPയിലേക്ക് പോയി വനവാസമാണോ? അധികാരമില്ലാതെ വന്നപ്പോൾ കരുണാകരൻ്റെ മകൾ BJPയിലേക്ക് പോയി വനവാസമാണോ? കോൺഗ്രസിൻ്റെ 272 എംപിമാരായിരുന്നവർ ഇന്ന് BJPയിലുണ്ട്, വനവാസമാണോ? നിങ്ങളുടെ മുഖ്യമന്ത്രിമാരായിരുന്നവർ നിരനിരയായി BJPയിലേക്ക് പോയി വനവാസമാണോ? പാർട്ടി സെക്രട്ടറിമാർ യോഗി ആദിത്യനാഥ് സിന്ധ്യയുടെ മകൻ പറയാം, അങ്ങോട്ട് പറയാം, വനവാസമാണോ? നിങ്ങൾ പറയുന്നു കേൾക്കൂ. ബീഹാറിലെ ഞാൻ ഒന്ന് പറയട്ടെ സാർ, ചർച്ചയില് റോഡ് പണിയില് അല്ല, താങ്കൾ ഉന്നയിച്ച ആ വെല്ലുവിളിക്ക് മറുപടിയാണ്. താങ്കൾ തന്നെയാണ് എടുത്തിട്ടത് ഈ വിഷയം. അനിൽകുമാർ അത് പൂർത്തിയാക്കും. ഈ വെല്ലുവിളിക്ക് മറുപടി, വെല്ലുവിളിക്ക് പറയേണ്ടത് ഞങ്ങൾ പറയേണ്ടത് അനിൽകുമാറെ, തൻ്റെ ഇടമുണ്ടെങ്കിൽ പറയണം. ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടും, അല്ലെ ഞങ്ങൾ 100 സീറ്റ് നിലനിർത്തും. നിങ്ങൾക്ക് അധികാരത്തിന്റെ മത്ത് പിടിച്ച് അനിൽകുമാർ അത് പൂർത്തിയായിക്കോളൂ. നിയാസ് പറഞ്ഞത് ആവർത്തിക്കുകയാണ്. അരുൺകുമാർ ക്ഷമിക്കണം, അനിൽകുമാർ അതൊന്നും പൂർത്തിയായിക്കോളൂ. നിങ്ങൾക്ക് നടക്കില്ല. യെസ് അനിൽകുമാർ അത് പൂർത്തിയാക്കുക. അതോടൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് 2024 താരതമ്യം ചെയ്ത് താങ്കൾ 2025 കുറിച്ച്, വോട്ട് കൂടിയതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞതും 2020 2025 തമ്മിലാണ്. അതുകൂടി ഒന്ന് ചുരുക്കി ക്യുക്കായി.
ഒന്ന് നമ്മൾ പത്രത്തിൽ 3-4 ദിവസമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന സീറ്റിൻ്റെ എണ്ണം, കിട്ടുന്ന സീറ്റിൻ്റെ എണ്ണല്ല, കിട്ടിയ സീറ്റിൻ്റെ എണ്ണത്തിൻ്റെ താരതമ്യത്തിൻ്റെ ചർച്ചയല്ല ഞാൻ പോണത്. നമ്മൾ പൊളിറ്റിക്കലാണ് ചർച്ച, പൊളിറ്റിക്കലാണ്. എന്താണ് പൊളിറ്റിക്കൽ? കേരളം എങ്ങോട്ടാന്നുള്ള ചർച്ച. ആ ചർച്ചയിൽ ഞങ്ങൾ എന്താ പറയണത്? ഞങ്ങൾ എന്തിന് വനവാസത്തിന് പോകണം? ഞങ്ങൾ വനവാസത്തിന് പോയാൽ RSS ശക്തിപ്പെടും. അതാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം. പിണറായി വിജയൻ വനവാസത്തിന് പോയാൽ നരേന്ദ്രമോദിക്ക് സന്തോഷമാവും. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് EDയുടെ ഒരു കേസിലെ ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? പിണറായി വിജയനെതിരായിട്ട് എന്ത് വികസനത്തിന് ഭൂമി എടുത്തപ്പോൾ കേസ്, EDയുടെ കേസ്, അത് നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൻ്റെ പേരിൽ വന്ന കേസ് പോലല്ല കേട്ടോ, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ആ കേസ് പോലല്ല കേട്ടോ. നാഷണൽ ഹെറാൾഡ് കേസ് ഏത് പൊതുവായിട്ട് കേരളത്തിന് വേണ്ടി വികസനം ഉണ്ടാക്കിയതിന് പിണറായി വിജയൻ്റെ പേരിൽ ED കേസ് സ്റ്റേ കിട്ടിയില്ലേ? ഞങ്ങൾ വനവാസത്തിന് പോകണോ? ഞങ്ങൾ വനവാസത്തിന് പോയാൽ നമ്മുടെ ആ വയനാട്ടിൽ നിങ്ങൾ ജയിച്ചല്ലോ, അവിടെ ബത്തേരിയിലാണ് ഏറ്റവും കുറവ് വോട്ട്, അവിടെ ബാക്കിയുള്ളിടത്ത് നിങ്ങൾക്ക് ലീഡുണ്ടല്ലോ. അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ആ തുരങ്കപാത ഉണ്ടാവുമോ ഞങ്ങൾ വനവാസത്തിന് പോയാൽ? ഞങ്ങൾ വനവാസത്തിന് പോയാൽ 62 ലക്ഷം വീടുകളിൽ 2000 കൊടുക്കുമോ? ഗ്യാരണ്ടി ഉണ്ടോ? 2500 അതിന് കൊടുക്കാൻ പോണത്, 2500 ഗ്യാരണ്ടി ഉണ്ടേ പറ. നിങ്ങൾ എന്നോട് ചോദിക്കണു എത്ര സീറ്റ് കിട്ടുമെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറുപടി എന്താണ്? ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഇന്നത്തെ 62 ലക്ഷത്തെ വർദ്ധിപ്പിച്ച് 2500-ൽ എത്തിക്കും. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 35 ലക്ഷം വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ചുള്ള പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ അവരുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി വീട്ടിലെത്തിക്കും. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാലേ വനവാസത്തിനല്ല പോണത്. കേരളത്തിലെ ചെറുപ്പക്കാർക്കുണ്ടല്ലോ കണക്ട് വർക്ക് പദ്ധതി അനുസരിച്ച് വിജ്ഞാന കേരളം പദ്ധതിയിൽ ജോലി കുടിശ്ശികയൊന്നുമില്ല. നിയാസേ, കുടിശ്ശിക കൊടുക്കൂ, കുടിശ്ശിക ഞങ്ങള് വനവാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ലേ? ക്ഷേമ പെൻഷനോ? നടപ്പാക്കുകയാണ്. ക്ഷേമ പെൻഷനോ? അതെ, 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക. ഏതിനാ കുടിശ്ശിക? ഏതിനാ കുടിശ്ശിക? ഏതിന് കുടിശ്ശിക? 2200 കോടി രൂപ കേരളത്തിലെ തൊഴിലാളികൾ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ പണം അവർക്ക് ഉണ്ടാക്കിയ ക്ഷേമനിധിയിൽ നിന്നും കട്ട് കൊണ്ടുപോയിരിക്കുക നിങ്ങൾ. സർ, 3 മാസത്തെ കുടിശ്ശിക ഏതാണ്? നിയാസ് ആധികാരികമായി പറഞ്ഞു 3 മാസത്തെ കുടിശ്ശികയുണ്ട്. ഏതാണ് ആ കുടിശ്ശിക? ചോദ്യം അതാണ്. ഏതാണ് 3 മാസത്തെ കുടിശ്ശിക? ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ തൊഴിലാളി ക്ഷേമ ബോർഡുകളിൽ നിന്നും 2200 കോടി രൂപ നിങ്ങൾ കട്ടുപോയിരിക്കുക. 3 മാസത്തെ കുടിശ്ശിക പെൻഷൻ പറഞ്ഞല്ലോ, അത് പറഞ്ഞല്ലോ, അവരുടെ ആളുകൾക്ക് പറഞ്ഞല്ലോ. ഞാൻ ഇത് പറയട്ടെ, അല്ല, ഇത് താങ്കളാണ് പറഞ്ഞത് 3 മാസത്തെ കുടിശ്ശിക. പറയട്ടെ, ഇത് കൂടി പറ, മറ്റത് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, മറുപടി പറയട്ടെ. ഈ 3 മാസത്തെ കുടിശ്ശിക 2200 കോടി രൂപ ഏതാണ്? 3 മാസത്തെ കുടിശ്ശിക ഏതാണ്? 3 മാസത്തെ കുടിശ്ശിക അതുകൂടി പറയട്ടെ. കേരളത്തിലെ തൊഴിലാളി ക്ഷേമ നിധികളിൽ നിന്നും അവർ അധ്വാനിച്ച പണം ഒരു നയാ പൈസ പിണറായി വിജയന്റേതില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റേതില്ല. അവരുടെ ക്ഷേമത്തിന് 2200 കോടി രൂപ മാറ്റിയിരിക്കുക. അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, 19 മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ 3 മാസത്തെ കേസ് വേറെ ഇല്ല. 16 മാസമായി ചുമട്ട് തൊഴിലാളികൾ 3 മാസത്തെ കേസ് വേറെ ഇല്ല. 16 മാസമായി 3 മാസത്തെ താങ്കൾ പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ? എന്ത് വെപ്രാളം? നിങ്ങളൊക്കെ തന്നെയല്ലേ സംസാരിക്കുന്നത്? ഇതിന് ഉത്തരം പറയണം ശ്രീ നിയാസ്, ഇതിന് ഉത്തരം പറയണം. താങ്കൾ പറഞ്ഞു 3 മാസത്തെ കുടിശ്ശിക, അതറിയാൻ താല്പര്യമുണ്ട്. ഏതാണ്? 16 മാസമായി ചുമട്ട് തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ നിന്നും അവർക്ക് മനസ്സിലായി, ആവർത്തിക്കണ്ട, ക്ലിയർ ആണ്, മനസ്സിലായി താങ്കൾ പറഞ്ഞത്. അവർ അധ്വാനിച്ചതാണ്, മനസ്സിലായെന്നേ, അത് മനസ്സിലായെന്ന്. ഈ 3 മാസത്തെ ഏതാണ്? 3 മാസത്തെ കുടിശ്ശിക ഏതാണ്? അതൊന്ന് പറയും. 3 മാസത്തെ കുടിശ്ശിക ഏതാണ്? 3 മാസത്തെ കുടിശ്ശിക ഏതാണ്? സോറി, അത് പറഞ്ഞത് ആവർത്തിച്ചതുകൊണ്ട് എന്ത് കാര്യം? എനിക്ക് അപ്പുറത്തെ അതിഥികളിലേക്ക് പോകാം. ശ്രീ അനിൽകുമാർ, അപ്പോഴും ശ്രീ നിയാസ്, ഞാൻ അനിൽകുമാറിലേക്കാണ് വരുന്നത്. ശ്രീ നിയാസ് ആദ്യം പറഞ്ഞു 3 മാസത്തെ കുടിശ്ശികയുണ്ട്. സ്വാഭാവികമായും അത് ഏതാണ് കുടിശ്ശിക എന്നറിയാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അത് പിന്നീട് മിണ്ടിയിട്ടില്ല. പകരം ക്ഷേമനിധി കുടിശ്ശിക, അത് യാഥാർത്ഥ്യവുമാണ്. ശ്രീ അനിൽകുമാർ. അതെ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ കുടിശ്ശികയുണ്ട് എന്ന കാര്യം സത്യസത്യമായി പറയുന്നു. അത് ഗവൺമെൻറ് ഏറ്റുപറഞ്ഞു എന്ന് മാത്രമല്ല,
86 കോടി രൂപയുടെ വായ്പ എടുത്ത് ആ മുഴുവൻ കുടിശ്ശികയും തീർക്കുന്നതിന് വേണ്ടി സർക്കാർ ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. എന്താ പ്രശ്നം? നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി, കെട്ടിട നിർമ്മാണത്തിന്റെ ക്ഷേമനിധി അദ്ദേഹം പറയട്ടെ എൻ്റെ നിയാസേ, അദ്ദേഹം പറയട്ടെ. താങ്കൾ പറഞ്ഞല്ലോ, പറയട്ടെ, ദയവായി ഒന്നും കേൾക്കൂ. അദ്ദേഹം പറയട്ടെ. താങ്കൾ പറഞ്ഞതല്ലോ, ആ ആർഗ്യുമെന്റ് വെച്ചല്ലോ. അവരുടെ മറുപടി അത് കുടിശ്ശികയായതിന് കാരണം എന്താണ്? അത് പിരിക്കേണ്ടിയിരുന്ന പഞ്ചായത്താണ്. അതിന് പകരം അത് ലേബർ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു. അതിനുള്ള എൻഫോഴ്സ്മെന്റ് സംവിധാനം അവിടെ ഇല്ല, അത് പൊളിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്തുകളെ അത് ഏൽപ്പിച്ചത്. ഏൽപ്പിച്ചതോടുകൂടി പണം വരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കുടിശ്ശിക തീർക്കാൻ വായ്പ എടുത്ത് ഒറ്റ തവണയായിട്ട് തീർക്കുകയാണ്. ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഇപ്പോൾ ക്രിസ്മസിന് ഒരെണ്ണം കിട്ടും, 2 ഇപ്പോൾ കൊടുത്തു. മുഴുവൻ കുടിശ്ശിക തീർക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വനവാസത്തിന് പോയാൽ സന്തോഷിക്കുന്ന ആരാന്നറിയോ? ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷിക്കുന്ന ആരാന്നറിയോ? ഞങ്ങൾ വനവാസത്തിന് പോയാൽ സന്തോഷിക്കുന്ന RSS ആണ്. അല്ല, പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഒരു വർഗീയ കലാപവും ഇല്ല. ഒരു വർഗീയ കലാപവും കേരളത്തിലില്ല. വർഗീയ കലാപം നടത്താൻ ആഗ്രഹിക്കുന്ന വർഗീയ ശക്തികൾക്ക് പിണറായി വിജയൻ വനവാസത്തിന് പോകണം. സൗകര്യപ്പെടില്ല, ഇടതുപക്ഷത്തിന് സൗകര്യമില്ല. ഇതാണ് മറുപടി. യെസ്, ഞാൻ ശ്രീ സജീവനും നമുക്കൊക്കെ ഈ വാർത്ത ഫോളോ ചെയ്യുന്ന വേറൊരു തരത്തിൽ മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ പറയുന്നതാണ് ശ്രീ സജീവൻ. ഒക്ടോബർ മാസത്തിലെ ഈ ക്ഷേമ പെൻഷൻ വർധനവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ക്ഷേമനിധി കുടിശ്ശികയുണ്ട്. ശ്രീ നിയാസ് പറഞ്ഞതുപോലെ അത് കൊടുത്തു തീർക്കാൻ വേണ്ടി ഏതാണ്ട് 900-ൽ പരം കോടി രൂപ എടുക്കുന്ന കാര്യങ്ങളന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കുന്നത്, നമ്മളടക്കം വാർത്ത കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഏതാണ്ട് അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലാണ്. ഇപ്പോൾ അത് വരാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ക്ഷേമ പെൻഷനിൽ 1 മാസത്തെ പോലും കുടിശ്ശികയില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. ഇതിനെ വേർതിരിച്ച് തന്നെ കാണണം. ക്ഷേമനിധി വേറെ, ക്ഷേമ പെൻഷൻ വേറെ. ഇവിടെ ശ്രീ സജീവൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പുകൾ ഓരോ ഘട്ടത്തിൽ വരുന്നു. അതിന് മുമ്പുണ്ടാകുന്ന തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിനെ മറികടക്കുന്നു, ഏത് മുന്നണിയായാലും അത് വളരെ പ്രധാനമാണല്ലോ. ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി ഉണ്ടായത്. തൊട്ടുപിറകെ വരുന്ന 2025 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ കണക്കുകൾ ആധാരമാക്കി നോക്കിയാൽ തന്നെ മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ട്, വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം UDF വലിയ നേട്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മലപ്പുറം, അതുപോലെ എറണാകുളം പോലെയുള്ള ജില്ലകളിൽ സംഭവിച്ചിട്ടുള്ളതും അതൊരു ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിൻ്റെ അധിക നേട്ടമായി വരുമ്പോൾ BJPയെ ചെറുക്കുന്നതിൽ CPIMന് വളരെ പ്രധാനപ്പെട്ടൊരു റോളുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്ക് സൂചിപ്പിക്കുന്നുണ്ടോ? കാരണം അവരുടെ വളരെ പ്രധാനപ്പെട്ട പല പഞ്ചായത്തുകളും തിരിച്ചു പിടിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. CPIMൻ്റെ വോട്ട് ഷെയർ കൂടിയിട്ടുമുണ്ട്, 64-ൽ നിന്ന് 80 ലക്ഷത്തിലേക്ക് എത്തി. അതിനിയും വർദ്ധിക്കാവുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം സ്വതന്ത്രരുടെ കൂട്ടാം ഈ മട്ടന്നൂരിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല. അപ്പോൾ BJPക്ക് കാര്യമായി അവർ പ്രതീക്ഷിച്ച പോലെ നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. കാരണം 10 നഗരസഭകൾ അവർ പ്രതീക്ഷിച്ചു, അതിലേക്കൊന്നും അത് എത്തിയിട്ടില്ല. പാലക്കാട്ട് ഒറ്റക്കക്ഷിയായി നിൽക്കുമ്പോഴും ഭരണം അസാധ്യമാവുന്നൊരു അവസ്ഥ നിൽക്കുന്നു. പന്തളം ഒക്കെ അവസ്ഥ നമ്മളറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് BJP ആ രൂപത്തിൽ തിരുവനന്തപുരം നഗരസഭയെ ഒഴിച്ചാൽ, അപ്പോൾ CPIMൻ്റെ വോട്ട് വിഹിതം കൂടി എന്നുള്ളത് BJPയെ സംബന്ധിച്ചും കേരളത്തിൻ്റെ ഒരു പൊതുവായ മാറ്റത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ശ്രീ സജീവൻ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിവിധ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഈ ആത്മപരിശോധന, അതിൽ ഏറ്റവും കൂടുതൽ കുറ്റബോധത്തോടുകൂടി സ്വന്തം അണികൾക്കും പ്രവർത്തകർക്കും നേരെ കുറ്റപ്പെടുത്തലോട് കൂടിയിട്ട് രംഗത്ത് വന്നുള്ളത് BJPയാണ്. കാരണം BJP പ്രതീക്ഷിച്ച ഒരു വളർച്ച അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. നേതാക്കന്മാർ അവർക്കിടയിലുള്ള പല ഗ്രൂപ്പുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രവർത്തകരുടെ ഈ കാര്യമായിട്ടുള്ള പ്രവർത്തനത്തിൽ അവർ ഉണ്ടാവാത്തതിനെ കുറിച്ച് കുറ്റപ്പെടുത്തുക. കാരണം അവർക്ക് വിജയം കൈവരിക്കാം എന്ന് അവർ ഉദ്ദേശിച്ചിരുന്ന വലിയൊരു കാര്യം ഈ ശബരിമല പ്രശ്നമാണ്. ശബരിമല പ്രശ്നത്തിൽ വികാരം, വർഗീയ വികാരം, സാമുദായിക വികാരം, മതവികാരം വിട്ടുകൊണ്ട് പരമാവധി വോട്ടുണ്ടാക്കിയെടുക്കാമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അത് കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് ശ്രീരംപിള്ളയുടെ ഒരു വിഖ്യാതമായ ഒരു സുവർണാവസര പ്രയോഗമുണ്ടല്ലോ, അതേപോലെ അവർക്ക് നേട്ടമുണ്ടാക്കാനേ കഴിഞ്ഞില്ല. കാരണം BJPയുടെ വളർച്ച ഇവിടെ നല്ലൊരു ശതമാനം ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ താൽക്കാലിക പ്രതിഭാസം എന്ന് പറയുന്നത്. ഈ UDF ഇത് കിട്ടാൻ കാരണം BJPയുടെ ഒരു വലിയ പ്രശ്നം ഈ ശബരിമല പ്രശ്നം
സ്വർണ്ണപ്പാളി പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. അവിടെ LDF ഒരു ഉണ്ടായിരുന്ന ഡയറക്റ്റ് ചെറിയ ക്വസ്റ്റ്യൻ ശ്രീ സജീവൻ, എൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ BJP ഉദ്ദേശിച്ച നിലയിലേക്ക് അവരുടെ ഒരു എക്സ്പെക്ടേഷനിലേക്ക് പോകാതിരുന്നതിൻ്റെ ഒരു കാരണം CPIM-ഉം LDF-ഉം 2024 നിന്ന് അപ്പുറത്തേക്ക് വന്ന് അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചതൊരു ഘടകമായോ? നോക്കൂ, UDF-ന്റെ വോട്ട് ഷെയർ വർധനവിൻ്റെ ഒരു സിംഹഭാഗം നിൽക്കുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ്, എറണാകുളം കേന്ദ്രീകരിച്ചാണ് എന്ന് പറയുന്ന ആ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമാണത്. എന്നാൽ ഈ മലയാള മനോരമ അടക്കം ജില്ലകൾ എണ്ണുമ്പോൾ കൂടുതൽ ജില്ലകളിലായി സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന, തിരിച്ചടികൾ കിട്ടുമ്പോഴും സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന, ആകെ ആധിപത്യത്തിൽ നിൽക്കുന്നത് ഇടതുമുന്നണിയാണ് തന്നെ. അപ്പോൾ BJP-യുടെ അവരുടെ കണക്കുകൂട്ടലുകളെ തടയുന്നതിൽ കൂടുതൽ ഫലപ്രദമായി ഇടപെട്ടത് ആര് എന്ന് വോട്ടുകളുടെ കണക്കുകൾ നോക്കിയാൽ എന്തു പറയാനാകും? തീർച്ചയായിട്ടും വോട്ടുകളുടെ വിജയത്തിനെ മാറ്റി നിർത്തിയിട്ട് വോട്ട് ഷെയറിന്റെ കാര്യം നോക്കിയാൽ, ഇപ്പൊ നേരത്തെ അനിൽകുമാറൊക്കെ വളരെ പറഞ്ഞ് കൃത്യമാണ്. കാരണം വോട്ട് ഷെയർ LDF-ന് തളർച്ച ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് അടിസ്ഥാനപരമായിട്ട് കിട്ടാവുന്ന വോട്ടുകൾ അതിന് വർധനമാണ് ഉണ്ടായിട്ട്. കാരണം അവിടെ ശക്തമായ രൂപത്തിൽ BJP-യെ ചെറുത്തു തോൽപ്പിക്കുന്ന ഒന്നുണ്ടായി. പക്ഷെ ന്യൂനപക്ഷ കേന്ദ്രീകരണം അത് പലപ്പോഴും UDF-ന് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ അനുകൂലമായതാണ് ഈ സീറ്റുകളുടെ കാര്യത്തിലുണ്ടായുള്ള വർധനവ്. കാരണം BJP പേടി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സർക്കാരിന്റെ ബാധ്യത, സ്വർണ്ണപ്പാളി പ്രശ്നം, അതെല്ലാം കൂടി ആ വോട്ടുകൾ ഇല്ലാതാവും. അപ്പൊ അവിടേക്ക് വോട്ട് പോയാൽ പ്രശ്നമാണ് എന്നുള്ള ഒരു ധാരണ കൊണ്ട്, അത് ശരിയായ ധാരണ ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ധാരണ കൊണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഇപ്പുറത്തേക്ക് മാറി. ആ മാറ്റമാണ് UDF-ന്. അതാണ് ഞാൻ താൽക്കാലിക പ്രതിഭാസം പറയുന്നത്. അത് എപ്പോഴും നിലനിൽക്കണമെന്നില്ല. നമ്മുടെ 2019 ശേഷം 2021 കണ്ടിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് അത് ആ താൽക്കാലിക പ്രതിഭാസത്തെ, BJP-യെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി വന്നു എന്ന് പറയുന്ന വരുമെന്ന് പറയുന്ന ഒരു സംഭവത്തെ കേന്ദ്രീകരിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ അപ്പുറത്തേക്ക് പോയി. പക്ഷെ പിന്നീട് അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ. ഇവിടെ ഈ ശബരിമല പ്രശ്നം താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അത് അടുത്ത 6-7 മാസം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാവാനുള്ള സാധ്യത ഞാൻ കാണുന്നേയില്ല. ശരി നിയാസ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, നല്ല റിസൾട്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. തിരിച്ചടി LDF-നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വോട്ട് വിഹിതം വെച്ച് ഓരോ പ്രദേശത്തും എങ്ങനെ ഫലപ്രദമായി വോട്ട് സമാഹരിച്ചു എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പിന് ശേഷം കണക്കുകൾ പുറത്തു വരുമ്പോൾ പാർട്ടികൾ പരിശോധിക്കുക, മാധ്യമങ്ങളും ആ നിലയിൽ. അതുകൊണ്ടാണല്ലോ അങ്ങനെ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ വരെ നിലവിലെ സ്റ്റാറ്റസിൽ ഇടതുമുന്നണിക്ക് കിട്ടും, UDF-ന് കിട്ടും, അല്ലെങ്കിൽ BJP കിട്ടും എന്ന് പറയും. ഇപ്പോൾ നോക്കൂ, BJP-യുടെ സമീപകാലത്തെ സാന്നിധ്യം കൊണ്ടിപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുള്ള തൃശ്ശൂർ എടുക്കാം. തൃശ്ശൂരിൽ നോക്കിയാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-നാണ് വ്യക്തമായ മുൻതൂക്കം. 2 മാത്രമാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ നിങ്ങൾക്ക് ഭരണമുണ്ട്. ആ തൃശ്ശൂരും അതുപോലെ തന്നെ ചാലക്കുടിയും മാത്രം എന്ന നിലയിൽ നിങ്ങൾ പരിമിതപ്പെടുന്നു. ബാക്കി എല്ലാ ഭാഗത്തും കേന്ദ്രഭരണത്തിൻ്റെ ഒരു സ്വാധീനത്തിൽ ഒരു സഹമന്ത്രിയും അടക്കം നിൽക്കുന്ന ആ ലോക്സഭാ മണ്ഡലത്തിൻ്റേതടക്കം ആ ജില്ലയിൽ എല്ലാം അവരെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷം എത്ര ശക്തമായി നിന്നു എന്നുള്ളത് ആ ഒരൊറ്റ ജില്ല സാമ്പിളായി നമുക്കെടുക്കാം. 2, തിരുവനന്തപുരത്തേക്ക് വരാം. നഗരസഭ അങ്ങനെ BJP-ക്ക് കിട്ടുമ്പോഴും ആ നഗരസഭയ്ക്കകത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഡ് വരുന്ന 2 മണ്ഡലങ്ങൾ, നേമം, വട്ടിയൂർക്കാവ്. തിരുവനന്തപുരത്ത് നിങ്ങൾ 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. BJP-യെ പ്രതിരോധിക്കാൻ എങ്ങനെയാണ് നേമത്തും വട്ടിയൂർക്കാവിലും നിങ്ങൾക്ക് വോട്ട് ചെയ്തവരെ പ്രതിരോധിക്കാനാവുക എന്ന ചോദ്യം നിങ്ങൾ ഇവിടെയും നേരിടുന്നു. അപ്പോൾ BJP-യെ പ്രതിരോധിക്കുന്നതിൽ വളരെ ഫലപ്രദമായി 2024 തിരിച്ചടിയിൽ നിന്ന് വളരെ ശക്തമായി കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് CPM വിലയിരുത്തിയാൽ എന്താണ് അപാകത? ആ വോട്ട് ഷെയർ അവർക്ക് വന്നിട്ടുണ്ട്. നിയമസഭാ മണ്ഡലങ്ങളുടെ കരുത്ത് ഈ നിലയിൽ 2 പ്രധാനപ്പെട്ട സാമ്പിളാണ് ഞാൻ അവതരിപ്പിച്ചത്. അങ്ങനെ വന്നാൽ മറ്റൊന്നുകൂടി സംഭവിക്കും. ഇപ്പോൾ സംഭവിച്ച ന്യൂനപക്ഷ വിമുഖത എന്നുള്ളത് സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറും. മുമ്പ് സജീവൻ പറഞ്ഞുള്ളൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഓരോ തെരഞ്ഞെടുപ്പും ഇപ്പോൾ താൽക്കാലികമാണ്, താങ്കളും പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ന്യൂനപക്ഷ വിമുഖതയും ആ മുന്നണിയെ സംബന്ധിച്ച്, വിശേഷിച്ച് CPM-നെ സംബന്ധിച്ച് മറികടക്കാവുന്നതല്ലേ ഉള്ളൂ. ശരത്തെ, മലർപ്പടിക്കാരൻ്റെ സ്വപ്നമായി താങ്കളുടെ വാക്ക് മാറും എന്ന കാര്യം സംശയമുണ്ട്. താങ്കളും അനിൽകുമാറും ഇപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത് BJP-യെ തടഞ്ഞു നിർത്താൻ ഞങ്ങൾക്ക് കഴിയും. കേരളത്തിൽ BJP-ക്ക് ആകെ ആശ്വാസമായത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അവിടെ എന്തായിരുന്നു സ്ഥിതി? നേരത്തെ 10 സീറ്റ് ഞങ്ങൾ 19 ആക്കി. 52 സീറ്റുള്ള നിങ്ങൾ 29 പോയപ്പോൾ 35 സീറ്റുള്ള BJP-യെ 50 എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണോ? അവിടെ എവിടെയാണ് അനിൽകുമാറെ നിങ്ങൾ തടഞ്ഞു നിർത്തിയത്? എവിടെയാണ് നിങ്ങൾ അവർക്ക് മുമ്പിൽ കോട്ട കെട്ടിയത്? നിങ്ങൾ പപ്പടം പോലെ പൊടിഞ്ഞപ്പോൾ
അവിടെ അവരെ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ ഉത്തരവാദിത്വം CPM-ന്റെ കോർപ്പറേഷൻ ഭരണാധികാരികൾക്കുമാണ്. ഞങ്ങൾക്കൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എത്ര കുളിച്ചാലും നിങ്ങളുടെ പാപക്കറ അത് പോകില്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ ചാട്ടവാറടിയാണെന്ന് അത് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്ത്യയിലെ അവസാനത്തെ CPM-ന്റെ മുഖ്യമന്ത്രിയായി താങ്കളുടെ പിണറായി വിജയൻ മാറും. താങ്കൾ പറഞ്ഞല്ലോ പിണറായി വിജയൻ ഇല്ല എങ്കിൽ അങ്ങ് നമ്മുടെ നരേന്ദ്രമോദി അങ്ങ് മുമ്പിൽ മറ്റാരും ഉണ്ടാവില്ല എന്ന്. പ്രിയപ്പെട്ട അനിൽകുമാറെ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ മുഖ്യമന്ത്രി കേരളത്തിലെ 20 നിയോജകമണ്ഡലത്തിലല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നരേന്ദ്രമോദിക്കെതിരെ താങ്കൾ ഇപ്പോൾ പറയുന്ന ഒറ്റ കാര്യം പറയാം, താങ്കളുടെ ഇപ്പോൾ നിങ്ങളുടെ വലിയ പാർട്ടിയാണെന്ന് പറയുന്ന പാർട്ടിക്കുള്ള 4 MP-മാരിൽ ഈ കേരളത്തിലെ ഒന്നൊഴിച്ചാൽ ബാക്കി 3 ഞങ്ങളുടെ പിന്തുണയിൽ രാഹുൽ ഗാന്ധിയുടെ ദാനമായി കിട്ടിയതാ. അത് ബോധ്യപ്പെടാൻ ഇനിയെങ്കിലും മനസ്സിലാവും. ശ്രീ അനിൽകുമാർ, വളരെ ചുരുക്കി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഡീൽ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യാഖ്യാനം. കനകോലു തിയറിയും വീഡിയോസും എല്ലാം അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോഴെന്തായി അതിൻ്റെ സ്ഥിതി? വളരെ ക്യുക്കായി അവസാനിപ്പിക്കാം. അമേഡിന്ന് ആ പട്ടം പൊട്ടി താഴെ വീണപ്പോഴാണല്ലോ മുഞ്ഞുകുത്തി വയനാട്ടിൽ വന്ന് വീണത്. പിന്നെ പെങ്ങളുമായിട്ട് പോന്നിരിക്കുന്നത്. ലോകം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ്, പക്ഷെ പകലിറങ്ങി നടക്കാൻ വയ്യ. ഇതല്ലേ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഓക്കെ. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഔദാര്യം കൊണ്ട് മഹാരാഷ്ട്ര അങ്ങ് ജയിച്ചു കയറിയിരിക്കുകയാണ്. ഹരിയാനയിൽ എങ്ങനെയാണ് സ്ഥിതി? ഇപ്പം ബീഹാറിലെ അവസ്ഥ എന്താ? നല്ല തിരിച്ചറിവുണ്ട് ജനങ്ങൾക്ക്. പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എവിടെന്നാ നിങ്ങൾക്ക് കിട്ടിയത്? മനസ്സിലായി. നിയാസ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ശൈൽകുമാർ പൂർത്തിയായിക്കോളൂ. താങ്കൾ പറഞ്ഞ കാര്യം വെറുതെ ആവർത്തിക്കരുത്. അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞോട്ടെ. ഞാൻ ചർച്ചയിൽ ഇടപെടും, വേറൊരാൾ പറയുമ്പോൾ ഇടപെടാറില്ല. പിന്നെ കൈരളി ആയതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത്. വേറൊരു ചാനലാണെങ്കിൽ ഞാൻ അങ്ങ് സമ്മതിക്കുന്ന ആളുമല്ല കേട്ടോ. കൈരളി ആയതുകൊണ്ട് ഞാനൊരു മര്യാദ കാണിക്കുള്ളൂ. ആദിത്യ മര്യാദയിൽ കൈരളി മുമ്പിലായതുകൊണ്ട് ഞാൻ അതിന് കൂട്ടു നിൽക്കുകയാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാത്? കോൺഗ്രസിൻ്റെ. എത്ര കൊല്ലമായി? 10 കൊല്ലമായി. അങ്ങനെ ചരിത്രം കോൺഗ്രസിനേ ഉള്ളൂ. 10 കൊല്ലത്തിന് മുമ്പ് ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേരളത്തിൽ എനിക്കുള്ള ചരിത്രം. ഞങ്ങൾക്ക് അങ്ങോട്ട് ചരിത്രമൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അവസാനത്തെ മുഖ്യമന്ത്രിയോ ആദ്യത്തെ മുഖ്യമന്ത്രിയോ നാളെ മുഖ്യമന്ത്രി ആവണോ കഴിമരം കയറണോ ഇതൊക്കെ തീരുമാനിക്കുന്നിടത്ത് എന്തിനും തയ്യാറായി നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങളെപ്പോലെ അധികാര ആർത്തിയുള്ളവരല്ല. ഞങ്ങളുടെ മുമ്പുള്ള ചോദ്യം സമരം മാത്രമാണ്. ഇന്ത്യ രാജ്യത്തെ നവഫാസിസ്റ്റുകൾക്കെതിരായ സമരം. ആ സമരത്തിന് ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കലല്ല മറുപടി. അതാണ് ഞങ്ങളുടെ പോയിന്റ്. നിങ്ങൾ തൽക്കാലം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചിറകിൽ ഒളിച്ചിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, ഇവരെല്ലാം നിങ്ങളുടെ പുതിയ സഖ്യകക്ഷികൾ. പിന്നെ PV അൻവർ പൊട്ടും പൊടിയും തപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗതികെട്ട കോൺഗ്രസ്, ഗതികെട്ട UDF പൊട്ടും പൊടിയും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പൊട്ടും പൊടിയും തപ്പിയപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തിന് കാരണം പൊരുതുന്ന കേരളമാണ്. ഞങ്ങൾ ഈ കേരളത്തിൽ പൊരുതും, ഞങ്ങൾ ഇന്ത്യയിൽ പൊരുതും, സമരം ചെയ്യും, പൊരുതുമെന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ്. അതിൻ്റെ ഇടയ്ക്ക് അധികാരം കിട്ടിയാൽ കിട്ടിയ അധികാരം ഉപയോഗിച്ച് പൊരുതും. അധികാരം കിട്ടിയില്ല തെരുവിൽ ഇടതുപക്ഷം കാണും. ഇതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം, ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തുടർഭരണം ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അധികാരത്തിരിക്കാനല്ല, ജനങ്ങൾക്കിത് ചെയ്തു കൊടുക്കാനാണ്, നവകേരളം നടപ്പാക്കാനാണ്. നിങ്ങൾക്ക് പദ്ധതിയുണ്ടോ? നിങ്ങൾക്ക് വനവാസം അല്ലെങ്കിൽ അധികാരം, ഇത് രണ്ടിനുമിടയ്ക്ക് എന്തിനാണ് നിങ്ങൾക്ക് അധികാരം? ശരി, സമയം ഈ സ്കൂൾ പൂട്ടിക്കാനോ? ശരി, ആശുപത്രി പൂട്ടിക്കാനോ? റൈറ്റ്. ശ്രീ അനിൽകുമാർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ സമയം കഴിയുന്നു. ഈ വിധം അടുത്തൊരു ടൈമിലേക്ക് കൂടി ഇടതുപക്ഷം സമരത്തിലൂടെയും പോരാട്ടത്തിലൂടെയും തന്നെ മുന്നോട്ട് പോകും എന്ന നിലയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ വിശദാംശങ്ങളാണ് CPI-ഉം LDF-ഉം പങ്കുവെക്കുന്നത്. എന്നാൽ ഈ വിജയത്തിൽ നിന്ന് പല പാഠവും പഠിക്കേണ്ടതുണ്ട് LDF എന്നാണ് UDF-ൻ്റെ വാദം. ഘടകകക്ഷി മുന്നണി വിപുലീകരണം എന്ന UDF-ൻ്റെ ആഗ്രഹത്തിന് മേൽ അത്തരം പ്രതീക്ഷകൾ വേണ്ട, ഇടതുപക്ഷത്തോടൊപ്പം തന്നെ എന്നാണ് ജോസ് കെ മാണി ഇന്ന് അടിവരയിട്ട് പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിലാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ സാഹചര്യങ്ങളിൽ ഇന്ന് ചർച്ച ചെയ്ത് 3 പേർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും.